ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ക്രൈ ഫോർ ആൻഡ് ക്രൈ ഓവർ. ഇത് രണ്ടും ഉപയോഗിക്കുന്നത് രണ്ട് ഡിഫറെൻറ്റ് സന്ദർഭങ്ങളിൽ ആണ്. അത് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ക്രൈ ഫോർ എന്ന് പറഞ്ഞാലും ക്രൈ ഓവർ എന്ന് പറഞ്ഞാലും മലയാളത്തിൽ കരയുക എന്ന് തന്നെയാണ് പറയുക. പക്ഷേ ഇംഗ്ലീഷിൽ അത് ഉപയോഗിക്കുമ്പോൾ ചില വ്യത്യാസങ്ങൾ ഉണ്ട്. നോക്കാം നമുക്ക്. ക്രൈ ഫോർ എന്നാൽ ആസ്ക് ഫോർ, പ്ലീഡ് ഫോർ എന്നൊക്കെയാണ്. പ്ലീഡ് എന്ന് പറഞ്ഞാൽ അപേക്ഷിക്കുക. എപ്പോഴാണ് ഇത് ഉപയോഗിക്കുന്നത്? യു വാണ്ട് സംതിങ് ഓർ സംവൺ. നമുക്ക് ഒരു കാര്യം വേണം, നമുക്കൊരു കാര്യം ആവശ്യമുണ്ട്. അപ്പോഴാണ് ക്രൈ ഫോർ ഉപയോഗിക്കുന്നത്. ദ ബേബി വാസ് ക്രൈയിങ് ഫോർ മിൽക്ക്. കുഞ്ഞ് പാലിന് വേണ്ടി കരയുകയായിരുന്നു. ക്രൈയിങ് ഫോർ, ഇപ്പോൾ മിൽക്കിന് വേണ്ടി. ദേ ആർ ക്രൈയിങ് ഫോർ ജസ്റ്റിസ്. അവർ ജസ്റ്റിസിന് വേണ്ടി കരയുകയാണ് എന്ന് പറഞ്ഞാൽ മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി അവർ പ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് മീനിങ്. ഷീ വാസ് ക്രൈയിങ് ഫോർ ഹെൽപ്പ്. അവൾ സഹായത്തിന് വേണ്ടി കരയുകയായിരുന്നു. ഹെൽപ്പിന് വേണ്ടി, ഫോർ ക്രൈയിങ് ഫോർ ഹെൽപ്പ്. ദ കിഡ്സ് ആർ ക്രൈയിങ് ഫോർ ഐസ്ക്രീം. കുട്ടികൾ ഐസ്ക്രീമിന് വേണ്ടി കരയുകയാണ്. ക്രൈയിങ് ഫോർ ഐസ്ക്രീം. ക്രൈ ഓവർ എന്നുപയോഗിക്കുന്നത് വളരെ വ്യത്യസ്തമായ ഒരു കോണ്ടെക്സ്റ്റിൽ ആണ്. നമുക്ക് സങ്കടകരമായ ഒരു കാര്യം സംഭവിച്ചു, നമ്മളെ അപ്സെറ്റാക്കുന്ന ഒരു കാര്യം സംഭവിച്ചു. അവിടെയാണ് ക്രൈ ഓവർ എന്നതിൻ്റെ ഉപയോഗം വരുന്നത്. എക്സാമ്പിൾ, ഷീ ഈസ് ക്രൈയിങ് ഓവർ ദാറ്റ് ബ്രേക്കപ്പ്. അവൾ ആ ബ്രേക്കപ്പിനെ പറ്റി ആലോചിച്ച് അവൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞു, ബ്രേക്കപ്പ് സംഭവിച്ചു കഴിഞ്ഞു, അതോർത്തിട്ടാണ് അവൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. കരയാനുള്ള കാരണം ബ്രേക്കപ്പ് ആണ്. അവളുടെ ഫോൺ നഷ്ടപ്പെട്ടു. ഷീ ഈസ് ക്രൈയിങ് ഓവർ ദ ലോസ്റ്റ് ഫോൺ. ഫോൺ നഷ്ടപ്പെട്ടു, അപ്പോൾ അതോർത്തിട്ട് കരയുന്നു. ഷീ ഈസ് ക്രൈയിങ് ഫോർ ദ ലോസ്റ്റ് ഫോൺ. ഫോൺ നഷ്ടപ്പെട്ടു എന്നതാണ് കരയാനുള്ള കാരണം. അവന് ഒരവസരം നഷ്ടപ്പെട്ടു. ഹീ ഈസ് ക്രൈയിങ് ഓവർ ദ ലോസ്റ്റ് ഓപ്പർച്യൂണിറ്റി. നഷ്ടപ്പെട്ട അവസരം ഓർത്തിട്ടാണ് അവൻ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ടീമിന് മാച്ച് ജയിക്കാൻ കഴിഞ്ഞില്ല. അവർ ടീം ഈസ് ക്രൈയിങ് ഓവർ ദ ലോസ്റ്റ് മാച്ച്. നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ തോറ്റുപോയ ആ മാച്ചിനെ ആലോചിച്ചുകൊണ്ട് ഞങ്ങളുടെ ടീം മെമ്പേഴ്സൊക്കെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ക്രൈ ഫോർ അതല്ലെങ്കിൽ ക്രൈ ഓവർ, ഇത് രണ്ടും വ്യത്യസ്തമാണ് എന്ന് മനസ്സിലായല്ലോ. ഡോണ്ട് ക്രൈ ഫോർ മിൽക്ക്. മിൽക്കിന് വേണ്ടി കരയല്ലേ. ഡോണ്ട് ക്രൈ ഓവർ സ്പിൽഡ് മിൽക്ക്. തുളുമ്പിപ്പോയ പാലിനെ ഓർത്ത് കരയല്ലേ. ഫസ്റ്റ് സെൻറ്റൻസിൽ ക്രൈ ഫോർ മിൽക്ക്. സെക്കൻഡ് സെൻറ്റൻസ് ക്രൈ ഓവർ സ്പിൽഡ് മിൽക്ക്. തുളുമ്പിപ്പോയ പാല്, കഴിഞ്ഞു പോയൊരു സംഭവമാണ്, അത് ഓർത്ത് കരയല്ലേ എന്നാണ്. ഷീ ക്രൈഡ് ഫോർ എ കേക്ക്. അവൾ ഒരു കേക്കിന് വേണ്ടി കരഞ്ഞു. ഷീ ക്രൈഡ് ഓവർ എ ബേൺഡ് കേക്ക്. കരിഞ്ഞു പോയ കേക്കിനെ ഓർത്ത് അവൾ കരഞ്ഞു. നോക്കൂ, ഫസ്റ്റ് സെൻറ്റൻസ് ക്രൈ ഫോർ ഉപയോഗിച്ചു, സെക്കൻഡ് സെൻറ്റൻസിൽ ക്രൈ ഓവർ. വി ഷുഡിൻറ്റ് ക്രൈ ഓവർ സ്പിൽഡ് മിൽക്ക്, ബട്ട് we should cry for those who lack access to clean drinking water. തുളുമ്പിപ്പോയ പാലിനെ ഓർത്ത് അവൾ കരയരുത്, മറിച്ച് ശുദ്ധമായ കുടിവെള്ളം ലഭിക്കാത്തവർക്ക് വേണ്ടിയാണ് നമ്മൾ കരയേണ്ടത്.